ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കിട്ടിലും ടേസ്റ്റുള്ള ഒരു തരിക്കഞ്ഞിൻ്റെ റെസിപ്പിയാണ്. ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു തരിക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾ മധുരത്തിനനുസരിച്ച് എടുത്താൽ മതിയാകും. ഇതിലേക്ക് കറക്റ്റായിട്ടുള്ള ഒരു മധുരമാണ് ഉള്ളത്. ഇത് നല്ല പോലെ ഇതൊന്ന് ക്യാരമലാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, എന്നാലേ പെട്ടെന്ന് അങ്ങ് ക്യാരമലായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പിന്നെ ഇതാ ഈ ഒരു രീതിയിൽ ഇതിങ്ങനെ ഉരുകിയിട്ട് വരുമ്പോൾ ഇതുപോലെ സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉരുകി തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ ഇത് കരിഞ്ഞിട്ട് പോകും കേട്ടോ. അപ്പോൾ പഞ്ചസാര മെൽറ്റ് ആവാതെ കിട്ടും. ഇതാ പഞ്ചസാരയൊക്കെ നല്ല പോലെ മെൽറ്റായി ക്യാരമലായി വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു കളറാണ് കിട്ടുന്നത്. ഒത്തിരി അങ്ങ് ഡാർക്ക് കളറായി കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കളർ എത്തിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 കപ്പ് പാലാണ് ചേർക്കുന്നത്. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഈ 2 കപ്പ് പാലിലേക്ക് ഏകദേശം ഒരു 4 ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നല്ല പോലെ ഇതൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതിങ്ങനെ പാലൊഴിക്കുമ്പോൾ കട്ടിയായിട്ടാവും ഉണ്ടാകുക. പിന്നെ തിളച്ചിട്ട് വരുമ്പോൾ ഇത് മെൽറ്റായിട്ട് വരും. നിങ്ങൾക്ക് 1 കപ്പ് വെള്ളം ചേർക്കിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2 കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാം. ഇതായത് ഇവിടെ നല്ല പോലെ തിളച്ചിട്ട് വരുന്നുണ്ട്. ഇതിവിടെ നല്ല പോലെ തിളച്ചിട്ട് ക്യാരമലൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറ് വേണം കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കുന്നത്. ഇത് കുറച്ച് ചെറിയ ലൂസായിട്ടാവും ഉണ്ടാകുക. അധികം തിക്കും അല്ല അധികം ലൂസും അല്ല, ആ ഒരു രീതിക്കാവും ഉണ്ടാകുക. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് റവ ഒന്ന് വേവിച്ചെടുക്കാം. റവ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. നിങ്ങൾക്ക് നല്ല കട്ടിയിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റവ വരെ ചേർത്ത് കൊടുക്കുക. റവയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റവയൊക്കെ വെന്തിട്ട് വരും. ഒത്തിരി സമയം ഇട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയിട്ട് കിട്ടും. ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് 1-2 ടേബിൾ സ്പൂൺ വരെ ചേർക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഉള്ളി ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് മൂത്തിട്ട് വരണം. ഏകദേശം ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഈ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തരിക്കാച്ചിലേക്ക് ഇതങ്ങ് താളിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ മിക്സ് ചെയ്ത് അങ്ങ് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്യാരമൽ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഉള്ളത്. ഇനി തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് കുറുകിയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. പിന്നെ ഒത്തിരി കട്ടി വേണമെന്നുള്ളവർക്ക് 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്